165 ആയത്തുകളുള്ള ഒരു സൂറത്ത്, 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കപ്പെട്ട മഹത്തായൊരു സൂറത്ത്. ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന വമ്പൻ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചത് അവന് സ്വർഗവാസിയാണോ നരകവാസിയാണോ എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ്. മനുഷ്യനെ പടയ്ക്കുന്ന സമയം, മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നത്, ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് അയക്കുന്നത് തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ വിജയിയാണോ പരാജയിയാണോ എന്ന് റബ്ബിൻ്റെ അടുക്കൽ നേരത്തെ കണക്ക് കൂട്ടപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ നരകം അയാൾ കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്യുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തി തന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് നിന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ വലിയ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവർ, മുറാദുകൾ പറഞ്ഞ് പല വിഷമങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വലിയ റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങളൊക്കെ തീർത്ത് പ്രയാസങ്ങളൊക്കെ നീക്കി അല്ലാഹു വലിയ സന്തോഷം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്താണ് 165 ആയത്തുകൾ ഉള്ള വളരെ മനോഹരമായൊരു സൂറത്ത്, സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആം കുറേ നിഅമത്തുകളെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ വിവരിക്കുന്നത് സൂറത്തുൽ അൻആമിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ അൻആമിൻ്റെ പല ഭാഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തുൽ അൻആം പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളെ ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം. ഒരുപാട് വിഷമങ്ങൾ കൽബിലുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുകളുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും വിഷമങ്ങൾ തീർന്നു കിട്ടാനും ജീവിതത്തിൽ സന്തോഷമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, റാഹത്തുള്ള സമയം ലഭിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ്. നസലത്തു സൂറത്തുൽ അൻആം ജുംലത്തൻ വാഹിദ. ഹബീബായ നബി തങ്ങൾ പറയാം, സൂറത്തുൽ അൻആം അവതരിപ്പിക്കപ്പെട്ടത് ഒറ്റ അടിക്കാണ്. അതായത് സാധാരണ വിശുദ്ധ ഖുർആനിലെ വലിയ വലിയ സൂറത്തുകൾ, ഇപ്പോൾ സൂറത്തുൽ അൻആം കുറച്ച് വലിയൊരു സൂറത്ത് തന്നെയാണ്. ഈ സൂറത്തുൽ അൻആം പോലത്തെ മറ്റു വലിയ സൂറത്തുകൾ നോക്കിയാലും വ്യത്യസ്തങ്ങളായ സമയങ്ങളിലാണ് സൂറത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഒറ്റയടിക്ക് എല്ലാ ആയത്തുകളോടും ഒന്നിച്ചിറങ്ങിയതല്ല, മറിച്ച് ചില ആയത്തുകൾ ചില സന്ദർഭത്തിനനുസരിച്ച് ഇറങ്ങിയിട്ടുണ്ടാവും, മറ്റു ചില കാരണങ്ങളുണ്ടാകുമ്പോൾ അടുത്ത ആയത്തുകൾ ഇറങ്ങും. ഇങ്ങനെ പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ആയിരിക്കും ഒരു സൂറത്തിൻ്റെ തന്നെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ സൂറത്തുൽ അൻആം തുടക്കം മുതൽ ഒടുക്കം വരെ അവസാനം ഈ 165 ആയത്തുകളും ഒന്നിച്ചാണ് ഹബീബായ നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറക്കി കൊടുത്തത്. അതുമാത്രവുമല്ല, ഈ സൂറത്തുകളെ ആയത്തുകളെ മുത്തുനബി തങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് 70 അൽഫ മലക്കിൻ, 70,000 മലക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണഗതിയിൽ ആയത്തുകളുമായി വരുന്നത്, വഹയുമായി വരുന്നത് ഒറ്റയ്ക്കാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിലെ ഈ പവിത്രമായ സൂറത്തുൽ അൻആം മഹാനായ പ്രവാചകരുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നത് 70,000 70 അൽഫ മലക്ക്, 70,000 മലക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ടായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇറക്കി കൊടുക്കുകയും നബി തങ്ങളോട് അതിനോട് ബഹുമാനം കാണിക്കാനും ആദരവ് കാണിക്കാനും ഹബീബായ നബി തങ്ങളുടെ സ്വഹാബത്തിനത് പഠിപ്പിച്ചു കൊടുക്കാനും ഈ മലക്കുകൾ പറഞ്ഞത് മഹത്തുക്കൾ വിവരിക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഫഇന്ന ഇസ്മല്ലാഹി തആല ഫീഹ. ഈ സൂറത്തിൽ 70 മൗദിഅ, 70 തവണ അള്ളാഹുവിൻ്റെ നാമം പല സ്ഥലങ്ങളിലായിട്ട്, പല ഭാഗങ്ങളിലായിട്ട് ഈ സൂറത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും മഹത്തുക്കൾ വിശദീകരിക്കുന്നു. നോക്കുക, ഒരു സൂറത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പറയാറുണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ പോരിശകൾ പറയാറുണ്ട്, ഓരോ ഇസ്മുകളെ പറ്റി പറയാറുണ്ട്. എന്തിനാണ് അസ്മാഉൽ ഹുസ്നയ്ക്ക് ഇത്ര പവർ എന്ന് മഹത്തുക്കൾ വിവരിക്കുകയാണ്. സൂറത്തുൽ അൻആം എന്നത് 70,000 മലക്കുകൾ ഇറക്കിക്കൊണ്ടുവന്ന ഈ സൂറത്ത്, അതിനകത്തുള്ള പ്രത്യേകത എടുത്തു പറഞ്ഞതിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ 70ഓളം സ്ഥലങ്ങളിൽ
ഈ ഒരു സൂറത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിനുള്ളൊരു കാരണം എന്നാണ്. ആരെങ്കിലും ഒരാൾ അത് പഠിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ അത് പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ കൈവിടുകയില്ല എന്ന്, അയാളുടെ കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുന്നതാണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ട് കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഖറഅ സൂറത്തുൽ അൻആം ഫീ ലൈല, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ അൻആം എല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ, ദിവസവും രാത്രിയിൽ സൂറത്തുൽ അൻആം പാരായണം ചെയ്യുകയാണെങ്കിൽ, കാന മിനൽ ആമിനീന യൗമൽ ഖിയാമ വലം യറ ബിഐനിഹി മഖ്ദമൻ നാർ അബദ, അയാൾ ജീവിതത്തിൽ നിർഭയരായ ആളുകളോടൊപ്പമായിരിക്കും. നാളെ ഖിയാമത്ത് നാളെ അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുക, നിർഭയത്വം ലഭിച്ച ആളുകൾ, ഭയമില്ലാത്ത ആളുകൾ, പേടിയില്ലാതെ അള്ളാഹുവിൻ്റെ അരികിൽ നിൽക്കാൻ അവസരം കിട്ടിയ ആളുകൾ. നാളെ മഹ്ശറിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് ചില വ്യത്യസ്തങ്ങളായ അവസ്ഥയിലായിരിക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരുണ്ടാവും, ചില ആളുകൾ പല ശിക്ഷകളിലായിട്ട് ഒരു ഭാഗം തളർന്നവരായിട്ടുണ്ടാവും, പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ ശിക്ഷിക്കപ്പെട്ട പല അവസ്ഥകളെയും നബി തങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ചില ആളുകൾ സന്തോഷവാന്മാരായിട്ട് ഒരു പേടിയും ടെൻഷനും ഇല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇവരുടെ കൂട്ടത്തിലായിരിക്കും നാളെ സൂറത്തുൽ അൻആം പാരായണം ചെയ്തവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത് എന്നും, അതുമാത്രവുമല്ല വലം യറാ ബിഐനിഹി മഖ്ദമൻ നാരി അബദ, കണ്ണുകൊണ്ട് അയാൾ ഒരിക്കലും നരകത്തിലെ ഇരിപ്പിടത്തെ അയാൾ കാണുകയില്ല. ഓരോ മനുഷ്യനും സ്വർഗത്തിലും നരകത്തിലും ഓരോ ഇരിപ്പിടം ഉണ്ടാവും. മനുഷ്യനെ പടയ്ക്കുമ്പോൾ സ്വർഗത്തിലും നരകത്തിലും ഓരോ ഇരിപ്പിടം അയാൾക്ക് പടച്ചിട്ടുണ്ട്. അയാൾ ഏത് ഇരിപ്പിടമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഭൂമിയിലെ അയാളുടെ ജീവിതം കൊള്ളയാണ് നോക്കുക. എന്നാൽ നാളെ ഈ സ്വർഗത്തിലെത്തുന്ന ഈ മനുഷ്യൻ അയാൾക്ക് നരകത്തിൻ്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. നീ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, ഈ സ്വർഗത്തിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ആ നരകത്തിൻ്റെ ഇരിപ്പിടത്തിലായിരുന്നു നിനക്ക് സ്ഥാനം ഉണ്ടാകുക എന്ന് കാണിച്ചു കൊടുക്കും. പക്ഷേ ഈ സൂറത്തുൽ അൻആം പാരായണം ചെയ്യുന്ന ആൾ അയാളുടെ കണ്ണുകൊണ്ട് നരകത്തിൻ്റെ ഇരിപ്പിടം കാണുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ചേർത്ത് വരുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അയാളെ മലക്കുകൾ അയാളുടെ ജനാസ കുളിപ്പിക്കുമെന്നും, മലക്കുകൾ അയാളുടെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുമെന്നും, അതുപോലെ തന്നെ മലക്കുകളായിരിക്കും അയാളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇനി ആരെങ്കിലും ഒരാൾ ഖളാഉൽ ഹാജത്തിന്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടണം, നമ്മുടെ കൽബിലുള്ള മുറാദുകൾ പൂർത്തിയായി കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സൂറത്തുൽ അൻആം ദിവസവും പാരായണം ചെയ്യുകയും അതിനുശേഷം ഹബീബായ നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് റബ്ബിനോട് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. എണ്ണമറ്റ ഹദീസുകൾ അതുപോലെ തന്നെ ഈ സൂറത്തിനെ പറ്റിയുള്ള മഹത്വങ്ങൾ വിവരിക്കുന്ന പല ഉദ്ധരണികളും കാണാൻ കഴിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നിരുന്നാലും നമ്മൾ ഓതുമ്പോൾ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൽബിൽ ഇത്രയും മഹത്തായ 70,000 മലക്കുകൾ അവരുടെ അകമ്പടിയോടുകൂടി വന്ന ഈ സൂറത്ത് ഞാൻ ഓതിയാൽ എനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്, എനിക്ക് ലഭിക്കണമെന്ന നല്ല നിയ്യത്തോടു കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഓതാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമാറാകട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ആരെങ്കിലും ഒരാൾ നമ്മൾ ചെയ്തത് കാരണം, ഇത് കൊടുത്തത് കാരണം ആരെങ്കിലും ഒരു പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൂലി കൂടെ നമുക്ക് ലഭിക്കും. അല്ലാഹു അത്തരത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.